CPI എന്ന രാഷ്ട്രീയ പാർട്ടി വർഷങ്ങളായിട്ട് LDF ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുകയും ഈ തെരഞ്ഞെടുപ്പിൽ UDFന് അധികാരം കിട്ടി LDF പ്രതിപക്ഷത്ത് വരികയും ചെയ്തപ്പോൾ പ്രതിപക്ഷ നേതാവായി മുൻ മുഖ്യമന്ത്രിയായ പിണറായി വിജയനെ തെരഞ്ഞെടുത്തു. പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം CPIക്ക് വേണമെന്ന് CPI ആവശ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ പ്രതിപക്ഷ ഉപനേതൃസ്ഥാനം വിട്ടുകൊടുക്കാൻ CPM തയ്യാറാകുന്നില്ല. ഇപ്പം അതൊരു തുറന്ന പോരിലേക്ക് വന്നിരിക്കുകയാണ്. CPMന്റെ നേതാവ് മുൻ മന്ത്രിയൊക്കെ ആയിരുന്ന V ശിവൻകുട്ടി പറയുന്നത് മുന്നണിയിൽ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല. CPI ഇതിനു മുമ്പും ഇതുപോലെ അധികാരത്തിന് വേണ്ടി കോൺഗ്രസിനോടൊപ്പം ഒക്കെ ചേർന്ന് നിന്നിട്ടുണ്ട്. അതുകൊണ്ട് CPIനെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നൊരു ധാരണയോടുകൂടിയാണ് ശിവൻകുട്ടി സംസാരിക്കുന്നത്. പിണറായി വിജയൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും CPMന്റെ പൊളിറ്റ് ബ്യൂറോ മെമ്പറും CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഒക്കെ തന്നെ ആയിരുന്ന ആളാണല്ലോ. അന്നൊന്നും ഇല്ലാത്ത ഒരു തോന്നൽ ഇപ്പോൾ എങ്ങനെയാണ് CPIക്ക് ഉണ്ടായതെന്ന് സംബന്ധിച്ചിടത്തോളം സംശയമുണ്ട്. മുന്നണി ചർച്ച ചെയ്യേണ്ട വിഷയങ്ങൾ പത്രങ്ങളിലൂടെയല്ല ചർച്ച ചെയ്യേണ്ടത്. പത്രങ്ങളിലൂടെ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ആൾക്കാർക്ക് മറുപടി പറയേണ്ടി വരും. PMCയുടെ വിഷയത്തിലും പ്രശ്നം കൂടുതൽ വഷളാക്കിയത് CPI തന്നെയാണ്. സ്ഥാനമാനങ്ങൾക്കപ്പുറം CPIക്ക് LDFനെ ശക്തിപ്പെടുത്തണമെന്നുള്ളൊരു നിലപാട് നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയില്ല. മുൻപും സ്ഥാനമാനങ്ങൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മന്ത്രിസഭയിൽ അംഗമാകുന്ന കാര്യത്തിൽ സംസ്ഥാനത്തെ കോൺഗ്രസിനോട് ചേർന്ന് ഗവൺമെൻറ് രൂപീകരിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ CPI ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. CPIയും അങ്ങനെ ഒരു അധികാരം കിട്ടുന്നതിന് വേണ്ടി ആശയത്തെ മാറ്റിവെക്കുന്ന മുന്നണി മാറ്റുന്ന ഒരു നിലപാട് സ്വീകരിച്ചു.